ആഹാരത്തിന് അതിരുകൾ തടസ്സമല്ല. എല്ലാ അതിർത്തികളും മറികടന്നാണ് ജനതയും ആഹാരവും തമ്മിൽ ഐക്യപ്പെടുന്നത്. സൗദി ടൂറിസം അതോറിറ്റി ഒരുക്കിയ ഭക്ഷ്യമേള സാംസ്കാരികമായ സമന്വയം കൊണ്ടും വ്യത്യസ്തമായി മാറുകയാണ്. സൗദിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള 10 ദിവസത്തെ അവധിയോടനുബന്ധിച്ച് സൗദി ടൂറിസം അതോറിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വിവിധ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരിയായ റിയാദിലും ജിദ്ദയിലും നടക്കുന്ന അന്താരാഷ്ട്ര ഭക്ഷ്യമേള രുചി വൈവിധ്യത്തോടൊപ്പം സാംസ്കാരിക കൈമാറ്റത്തിൻ്റേത് കൂടിയാണ്. ഇന്ത്യ, സ്പെയിൻ, തുർക്കി, ഇറ്റലി, ഈജിപ്ത്, ചൈന, ലബനാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളോടൊപ്പം സൗദി വിഭവങ്ങളുമാണ് അന്താരാഷ്ട്ര മേളയിൽ ഒരുക്കിയത്. സൗദി ടൂറിസം അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ ഹോട്ടലുകളിലാണ് മേള നടക്കുന്നത്. ഈ മാസം 26 വരെ നീണ്ടുനിൽക്കുന്ന ഇന്ത്യൻ ഭക്ഷ്യമേള വിമാനത്താവളത്തിന് സമീപമുള്ള മഗാരിം റിയാദ് ഹോട്ടലിലാണ് നടക്കുന്നത്. സൗദി ആതിഥ്യ മര്യാദകൾ പരിചയപ്പെടുത്തുന്ന സ്വദേശി ഭക്ഷ്യമേള 24 വരെ മദാരിം ക്രൗൺ ഹോട്ടലിലും തുർക്കി ഭക്ഷ്യമേള മാരിയറ്റ് ഹോട്ടലിലുമാണ് ഒരുക്കിയത്. സ്പെയിൻ മേള റാഡിസൺ ബ്ലൂ ഹോട്ടലിലും ചൈനീസ് മേള റിക്സ് കാൾട്ടൺ ഹോട്ടലിലുമാണ് നടക്കുന്നത്. എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള വിഭവങ്ങളും സംഗീതവും കൂടിച്ചേർന്നാണ് മേളയുടെ ഉദ്ഘാടനം നടന്നത്. റിയാദ് ഗോൾഫ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ സ്വദേശികളോടൊപ്പം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും പങ്കെടുത്തു. ഭക്ഷണം ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളും മേളയിലൂടെ ഊട്ടിയുറപ്പിക്കാൻ കഴിയുമെന്ന് ഇന്ത്യൻ അംബാസിഡർ ഹാമിദ് അലി റാവു പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത കലാപരിപാടികളാണ് ഉദ്ഘാടന ചടങ്ങിന്റെ മാറ്റുകൂട്ടിയത്. അറേബ്യൻ പാരമ്പര്യ കലകളോടൊപ്പം ആഫ്രിക്കൻ, ഇന്ത്യൻ കലാരൂപങ്ങളും അരങ്ങേറി. മലയാളികൾ നേതൃത്വം നൽകുന്ന ചിലങ്ക ഡാൻസ് ഗ്രൂപ്പ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചു. ഇന്ത്യൻ ഓർക്കസ്ട്രയുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും ഒരുക്കിയിരുന്നു. എയർപോർട്ടിന് സമീപത്തുള്ള മഗാരിം റിയാദ് ഹോട്ടലിൽ നടക്കുന്ന ഇന്ത്യൻ ഭക്ഷ്യമേള അംബാസിഡർ ഹാമിദ് അലി റാവുവായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. കശ്മീർ മുതൽ കേരളം വരെയുള്ള സംസ്ഥാനങ്ങളിലൂടെ രുചിക്കൂട്ടുമായുള്ള യാത്രയാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. ത്രിവർണ്ണക്കൂട്ടിലൊരുക്കിയ തിരങ് സലാഡിൽ തുടങ്ങുന്ന വിഭവങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക രുചികളെ പരിചയപ്പെടുത്തുന്നതാണ്. ഇന്ത്യൻ വിഭവങ്ങളുടെ സ്വാദ് ആസ്വദിച്ച സന്തോഷത്തിലാണ് അറബികൾ ഉൾപ്പെടെയുള്ളവർ. ദക്ഷിണ ഉത്തരേന്ത്യൻ വിഭവങ്ങളിലെ എരിവും പുളിയും കലർന്ന സ്വാദിന് ഇപ്പോൾ അറബ് ലോകത്തും പ്രിയമേറുകയാണെന്ന് സംഘാടകരായ മഗാരിം റിയാദ് ഹോട്ടൽ മാർക്കറ്റിംഗ് മാനേജർ സലീം ഖാനും എക്സിക്യൂട്ടീവ് ഷെഫും മലയാളിയുമായ ജോസഫും പറഞ്ഞു. അറബ് യുവാക്കളും അറബ് കുടുംബങ്ങളും കൂട്ടത്തോടെ ഇന്ത്യൻ വിഭവങ്ങൾ തേടിയെത്തുന്നത് ഇതിന്റെ തെളിവാണെന്നും അവർ പറഞ്ഞു. വിവിധ ഇന്ത്യൻ മധുര പലഹാരങ്ങളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. കശ്മീരി പുലാവു മുതൽ കേരളത്തിന്റെ തനത് കൊടുമ്പുളിയിട്ട മീൻകറി വരെയുള്ള വിഭവങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ്. ഇന്ത്യൻ എംബസിയുമായി സഹകരിച്ച് നടത്തുന്ന മേളയുടെ ഉദ്ഘാടന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളുടെ അംബാസിഡർമാർ എത്തിയിരുന്നു. ബംഗ്ലാദേശ്, ശ്രീലങ്ക, മ്യാൻമാർ, തായ്ലൻഡ്, നേപ്പാൾ, ഹംഗറി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാർ ചടങ്ങിനെത്തി. ജിദ്ദയിലും വ്യത്യസ്തമായ വിഭവങ്ങൾ ഒരുക്കി നാട്ടുകാരെയും വിദേശികളെയും കാത്ത് നിരവധി ഹോട്ടലുകളും മേള ഒരുക്കിയിരുന്നു.